ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു ലെസണിൽ നമ്മൾ പാണ്ടാസ് ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റാ ബേസിലുള്ള അതായത് നമ്മുടെ ഡേറ്റയിലുള്ള മിസ്സിംഗ് വാല്യൂസ് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വലിയ ലാർജ് ഡേറ്റാബേസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് മിസ്സിംഗ് വാല്യൂസ് വരാം. ചില ആൾക്കാർ അവരുടെ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏജ് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ട പോലെ ഡേറ്റ ഫ്രെയിംസ് മേർജ് ചെയ്യുമ്പോൾ കുറേ ഡേറ്റ മിസ്സിംഗ് ആയിട്ട് വരാം. സോ ഇങ്ങനെ മിസ്സിംഗ് വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ പാണ്ടാസിൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡേറ്റ സയൻസ് മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. സോ ആ മിസ്സിംഗ് വാല്യൂസിനെ നമ്മൾ ഏതെങ്കിലും വഴിക്ക് നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അത് മാറ്റിയെടുക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ DF എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ഫ്രെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു നമ്പർ, അതായത് റോൾ നമ്പർ ആയിക്കോട്ടെ, നമ്പർ, നെയിം, ഏജ്, ഇങ്ങനെ 3 കോളാണ് ഇതിനുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് കുറച്ച് മിസ്സിംഗ് വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിൽ നോക്കൂ, മുഴുവൻ മിസ്സിംഗ് വാല്യൂ ആണ്. ഞാനിത് ഇവിടെ രണ്ടാമത്തെ കോളം കണ്ടോ, എംറ്റി ആയിട്ടിരിക്കുന്നത്, മുഴുവൻ മിസ്സിംഗ് വാല്യൂസ് ആണ്. ഐ മീൻ രണ്ടാമത്തെ റോ 0, 1, 2, തേർഡ് റോ ആക്ച്വലി. ഓക്കെ, അതുപോലെ ഇടയിൽ കുറച്ച് ഏജുകളെല്ലാം മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ മിസ്സിംഗ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ DF ഡോട്ട് ഈസ് നൾ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, ഈസ് നൾ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചാൽ ട്രൂ ഓർ ഫാൾസ് ആയിട്ട് നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ മിസ്സിംഗ് വാല്യൂ ഉള്ളവിടത്തെല്ലാം ട്രൂ വരും, അല്ലാത്തവിടത്തെല്ലാം ഫാൾസ് വരും. ഓക്കെ, സോ ഇങ്ങനെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കാരണം നമുക്ക് ഡോട്ട് സം എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നമ്പർ 1, നെയിം 1, ഏജ് 3. ഇതിനർത്ഥം നമ്പർ എന്നുള്ള കോളത്തിൽ ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ നള്ളായിട്ടുണ്ട്, നെയിമിൽ 1 ഉണ്ട്, ഏജിൽ 3 ഉണ്ട്. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ ഒരു സമ്മും കൂടെ എടുത്തു കഴിഞ്ഞാൽ, അതായത് മൊത്തം ഡേറ്റ ഫ്രെയിമിൻ്റെ കോളം വൈസ് സം എടുത്തിട്ട് ഇങ്ങനെ സം എടുത്തു കഴിഞ്ഞാൽ 5 വാല്യൂസ് മിസ്സിംഗ് ആണ്. മൊത്തം ഡേറ്റ ഫ്രെയിമിൽ എത്ര വാല്യൂ മിസ്സിംഗ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ ആദ്യം മിസ്സിംഗ് വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് പല രീതിയിൽ നമുക്ക് ഈ മിസ്സിംഗ് വാല്യൂവിനെ ഡീൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഫിൽ NA എന്നുള്ളതാണ്, അതായത് ഫിൽ നൺ വാല്യൂ വിത്ത് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഓക്കെ, സോ അഗെയിൻ നമ്മളുടെ ഡേറ്റ ഫ്രെയിം DF ഡോട്ട് ഫിൽ NA എന്ന് കൊടുക്കുക. ഓക്കെ, ഫിൽ NA എന്നിട്ട് വാല്യൂ ഈസ് ഈക്വൽ ടു, നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ എല്ലാ മിസ്സിംഗ് വാല്യൂവും 0 വെച്ചിട്ട് ഫിൽ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് അതിന് ഞാനിപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, മിസ്സായവിടെയൊക്കെ ഇതെല്ലാം 0, 0, 0 എന്ന് വന്നു. ഓക്കെ, സോ മിസ്സിംഗ് വാല്യൂവിന് പകരം ചില സന്ദർഭങ്ങളിൽ നമുക്ക് 0 വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഏത് കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ട്വിറ്റർ ഡേറ്റ എടുത്തു എന്ന് വെച്ചാൽ ഒരാളുടെ ട്വീറ്റ്സ്, അതിൻ്റെ ലൈക്സ്, റീട്വീറ്റ്സ്, അതെല്ലാം ഒരു ഡേറ്റ ഫ്രെയിമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ചില ട്വീറ്റിന് ലൈക്സ് ഉണ്ടാവില്ല, അപ്പോൾ അത് 0 ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അവിടെ നോട്ട് എ വാല്യൂ എന്നുള്ളത് വരുന്നിടത്തെല്ലാം നമുക്ക് 0 വെച്ച് ഫില്ല് ചെയ്യാം. ലൈക്സ് ഇല്ലാത്ത ട്വീറ്റ്സ് അല്ലെങ്കിൽ അത് റീട്വീറ്റ് ചെയ്യപ്പെടാത്ത ട്വീറ്റ്സ്, അപ്പോൾ അവിടെയൊക്കെ നൾ വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് 0 വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ റിസൾട്ട് ഡോട്ട് ഈസ് നൾ ഡോട്ട് സം എന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം 0, 0, 0 എന്ന് വരും. ഓക്കെ, ഇനി ഈ ഫിൽ NA തന്നെ നമ്മൾ വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്ട് നമുക്ക് വേറെ മെത്തേഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫിൽ വിത്ത് പ്രീവിയസ് വാല്യൂ ചെയ്യാവുന്നതാണ്. അതായത് പ്രീവിയസ്ലി ഉള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാല്യൂവിനെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതായത് ഞാനിപ്പോൾ കാണിക്കാം. നമ്മൾ അഗെയിൻ റിസൾട്ട് ഇസ് ഈക്വൽ ടു DF ഡോട്ട് ഫിൽ NA ഓഫ് മെത്തേഡ് ഇസ് ഈക്വൽ ടു fill എന്ന് എടുക്കുക. ഓക്കെ, ഫോർവേഡ് ഫിൽ എന്നുള്ള ഇതിൽ, അതായത് ഈ വാല്യൂ വെച്ചിട്ട് ഇതിന് മുന്നിലുള്ള വാല്യൂവിനെ ഫില്ല് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പ്രീവിയസ് വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. FL നിങ്ങൾ കോഡ്സിൽ കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, 1.20 1 ഷാജി 3.0 എന്നായിരുന്നു ആദ്യത്തെ, രണ്ടാമത്തെ 2 ലാലു 6 എന്നായിരുന്നു, മൂന്നാമത്തെ ഫുള്ള് നള്ളായിരുന്നു അല്ലേ. അപ്പോൾ അത് നോക്കൂ, രണ്ടാമത്തെ കോളത്തിൽ 2 എടുത്ത് ഇങ്ങോട്ട് വന്നു, ലാലു ഇങ്ങോട്ട് വന്നു, 6 ഇങ്ങോട്ട് വന്നു. സോ ഫോർവേഡ് ഫില്ല് ഇങ്ങനെയാണ്, മുന്നോട്ട് ഫില്ല് ചെയ്യുക, പ്രീവിയസ് വാല്യൂ വെച്ചിട്ട് ഫോർവേഡ് ഫില്ല് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു കാര്യം. ഇതേപോലെ തന്നെ ബാക്ക്വേർഡ് ഫില്ലും ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഇതേ സാധനം കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫില്ലിന് പകരം ഫിൽ എന്ന് കൊടുക്കാം. എന്നിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ലാലു കഴിഞ്ഞിട്ട് 2-ൽ 3-ൽ വാല്യൂ വന്നു. അതായത് 4 വാണി 90 എന്നുള്ളതായിരുന്നു തേർഡ് റോ.
അതിനെ ഇങ്ങോട്ട് ബാക്കിലോട്ട് ഫില്ല് ചെയ്തിട്ട് ഈ റോയിലും ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് വന്നു. ഓക്കെ, സോ അതാണ് ബാക്ക്വേർഡ് ഫില്ല്. നിങ്ങൾക്ക് ബാക്ക്വേർഡ് ഫില്ലും ഫോർവേഡ് ഫില്ലും ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇതിൽ ഈസ് നൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നൾ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിത് ആക്സിസ് 0 ആണ് ബൈ ഡീഫോൾട്ട് ചെയ്തത് അല്ലേ, താഴോട്ട് റോ വൈസ് ആണ് ഇപ്പം ബാക്ക്വേർഡ് ഫില്ലും ഫോർവേഡ് ഫില്ലും ചെയ്തത് അല്ലേ. അതായത് വാണി താഴോട്ട് വാണി കോപ്പി ചെയ്തു. ഇത് നിങ്ങൾക്ക് ത്രൂ ആക്സിസ് 1 ചെയ്യാവുന്നതാണ് കോളം വൈസ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണാം. അതായത് ഇപ്പോൾ റിസൾട്ട് ഇസ് ഈക്വൽ ടു ഇതേ എക്സാമ്പിൾ തന്നെ df ഡോട്ട് ഫിൽ NA ഓഫ് മെത്തേഡ് ഇസ് ഈക്വൽ ടു എഫിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ആക്സിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, നമ്പർ നെയിം ഷാജി ഇതല്ല, ഇത് ഇവിടെ ഞാൻ NAN തന്നെയാണ് വന്നത്. കാരണം ഇവിടെ 3 വാല്യൂസും നള്ളാണ് സെക്കൻഡ് റോയിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്നും അങ്ങോട്ട് ഫില്ല് ചെയ്യാനില്ല. പക്ഷേ ഇവിടെ നോക്കൂ, 5 മീര ഇവിടെ നള്ളായിരുന്നു. അതിനെ ഈ മീര വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ഫില്ല് ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെ ആശ്വ എന്നുള്ള പേരാണ്, ആശ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ഇങ്ങോട്ട് ഏജിലേക്ക് ആശ എന്നുള്ളത് വന്നു. ഞാനത് ആശയാക്കട്ടെ. ഓക്കെ, ആശ എന്നുള്ള പേരിന് ആശ തന്നെ ആശ കോപ്പി ആയിട്ട് വന്നു. ഓക്കെ, മീര ഇങ്ങോട്ടും വന്നു. സോ ഇതാണ് ഫോർവേഡ് ഫില്ല് ചെയ്യുമ്പോൾ. ഇത് തന്നെ നമുക്ക് ബാക്ക്വേർഡ് ഫില്ലും ചെയ്യാം ആക്സിസ് 1. ഓക്കെ, അതെങ്ങനെ ഉണ്ടാവും? അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബി ഫില്ലിന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നോക്കൂ, മീര എവിടെ? മീര NAN ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ബാക്ക്വേർഡ് ഫില്ല് ആക്ച്വലി നടന്നില്ല. കാരണം എന്താ, ഈ NAN വെച്ചിട്ട് മീരേനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, മീര നള്ളാണെങ്കിൽ അത് ഫില്ലാവും. ഓക്കെ, ഇവിടെയും NAN ആണ്. സോ അത് നടന്നില്ല. ഇവിടെ ആക്ച്വലി ഈ എക്സാമ്പിളിൽ കാണിക്കാനൊന്നുമില്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഇവിടെ ശോഭ MT ആണെന്ന് വയ്ക്കുക, NAN ആണെങ്കിൽ ഇവിടെ 28 വെച്ചിട്ട് ഫില്ലാവും. അത്രേ ഉള്ളൂ ബാക്ക്വേർഡ് ഫില്ല്. ആ എക്സാമ്പിളിൽ കാണിക്കാൻ പറ്റാത്ത ഒന്നുമില്ലാത്ത ഒരാളാണ് അത് കറക്റ്റായിട്ട് വരാത്തത്. അതുപോലെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര നേരം ഒരൊറ്റ വാല്യൂ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്. നമുക്ക് ഓരോ കോളത്തിൽ ഓരോ വാല്യൂസ് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് df ഡോട്ട് ഫിൽ NA ഒരു ഡിക്ഷണറി ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ കോളം നെയിം, അതായത് നെയിമിൽ നമ്മൾ എന്ത് കൊടുക്കാം, നമുക്ക് NA എന്ന് കൊടുക്കാം, കോമ ഏജിൽ നമുക്ക് എന്ത് കൊടുക്കാം, -1 കൊടുക്കാം. അതായത് നെയിമിൽ വരുന്ന നൾ വാല്യൂവിനൊക്കെ NA വെച്ച് ഫില്ല് ചെയ്യുക. നോട്ട് എ നെയിമെന്നോ നോട്ട് അപ്ലിക്കബിൾ എന്നോ എന്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രിങ് വെച്ചിട്ട് ഏജിൽ വരുന്ന നൾ വാല്യൂവിനെല്ലാം -1 വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്ത് വരും നോക്കാം. ഇപ്പോൾ നോക്കൂ, നെയിമിൻ്റെ അവിടെയെല്ലാം NA എന്ന് വന്നു. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, മീരയല്ല ഈ താഴത്തേന്, അത് NA എന്ന് വന്നു. പക്ഷേ ഏജ് നള്ളായവർക്കൊക്കെ -1 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, അങ്ങനെയാണ് വന്നത്. NAന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട് എ നെയിം എന്ന് കൊടുത്ത് എന്ത് സ്ട്രിങ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നോട്ട് എ നെയിം എന്ന് വന്നു. ഓക്കെ, നമ്പർ എന്നുള്ളതിന് നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ NAN ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് ഇപ്പം df ഡോട്ട് ഫിൽ NA. ഓക്കെ, നമുക്കിപ്പോൾ df ഓഫ് ഏജ്, ഓക്കെ, ഏജ് ഡോട്ട് മീൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, ഇവിടെ വാല്യൂ എന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണേ. വാല്യൂ ഇസ് ഈക്വൽ ടു ഏജിൻ്റെ മീൻ വെച്ചിട്ട് എല്ലാവരെയും ഫില്ല് ചെയ്യൂ എന്ന് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നെയിമിലും നമ്പറിലും, അതായത് എവിടെയൊക്കെ മിസ്സിംഗ് വാല്യൂ ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഏജിൻ്റെ മീൻ വാല്യൂ വെച്ചിട്ട് ഫില്ലാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിക്ഷണറി ആയിട്ടും കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു ഡിക്ഷണറി ആയിട്ട് ഏജ് ഫില്ല് ചെയ്യുമ്പോൾ കോളം ഇങ്ങനെ, ഇത് ഒരു ഡിക്ഷണറിക്കകത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഡിക്ഷണറിക്കകത്ത് ഏജ് df ഓഫ് ഏജ് ഡോട്ട് മീൻ വെച്ച് ഫില്ല് ചെയ്യുമെന്ന്. അപ്പോൾ നോക്കൂ, ബാക്കിയൊക്കെ NAN നണ്ണും വന്നു. ഏജിൽ മിസ്സിംഗ് ആയ വാല്യൂസ് ഈ ഏജിൻ്റെ ആവറേജ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. സോ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. മൊത്തത്തിൽ ആവറേജ് കൊടുക്കുന്നത് ലോജിക്കലി ഒരു കറക്റ്റായിട്ട് സംഗതിയല്ലല്ലോ. മീൻ വെച്ച് ഫില്ല് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മീഡിയൻ വെച്ചും ഫില്ല് ചെയ്യാം. ഓക്കെ, മീഡിയൻ വെച്ച് ഫില്ല് ചെയ്യാം. അതുപോലെ മിന്ന് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മിന്ന് വെച്ച് ഫില്ല് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ വെച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് വെച്ച് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ അതാണ് വൺ മെത്തേഡ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫിൽ NA വർക്കാവുന്നത്. ഇനി അടുത്തത് ഡ്രോപ്പ് NA ആണ്. അതായത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് മിസ്സിംഗ് വാല്യൂസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ആ വാല്യൂസ് എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നൺ വാല്യൂ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ വാല്യൂ ഉള്ള റോ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. അതായത് നമുക്കിപ്പം അഗെയിൻ റിസൾട്ട് ഇസ് ഈക്വൽ ടു ഞാൻ df ഡോട്ട് ഡ്രോപ്പ് NA എന്ന് കൊടുക്കുകയാണ്. ഡ്രോപ്പ് NA എന്നിട്ട് ഹൗ എന്ന് കൊടുക്കാവുന്നത്. ഹൗ ഇസ് ഈക്വൽ ടു ഓൾ എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ
NA വാല്യൂ എല്ലാ വാല്യൂവിലും NA ഉള്ള റോസ് പോകും എന്നർത്ഥം. അതായത് നോക്കൂ, ഇവിടെ 2 എന്നുള്ള NAN ആയിട്ടുള്ള ഒരു റോ ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ടുള്ള ആ റോ പോയി. പക്ഷേ ഇവിടെ നോക്കൂ, ഈ മീര 5 NA എന്നുള്ള ഇത് പോയില്ല, കാരണം ഇവിടെ ഓൾ വാല്യൂസ് നണ്ണല്ല. അതേപോലെ ഈ ആശയുടെയും പോയില്ല, ഇത് ഓൾ വാല്യൂസ് നണ്ണല്ല. ഓൾ എന്ന് കൊടുത്താൽ മൊത്തം ആ റോയിലെ എല്ലാ വാല്യൂസും നണ്ണാണെങ്കിൽ പോവുള്ളൂ. അതുപോലെ ഈ ഓളിന് പകരം നിങ്ങൾക്ക് എനിന്നും കൊടുക്കാം. എനിന്ന് കൊടുത്താൽ എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമല്ലോ, എനി വാല്യൂ നള്ളായതും പോവും. അപ്പോൾ ഇതിലൊന്നിലും ഇപ്പം നൾ വാല്യൂ ഇല്ല. ആശയും പോയി, മീരയും പോയി. ഓക്കെ, അതായത് അവർക്കും ഒരു നൾ വാല്യൂ ഉണ്ടായിരുന്നു, മൊത്തം നൾ വാല്യൂ ആയതും പോയി. ഓക്കെ, സോ മിനിമം ഒരു 1 വാല്യൂ അല്ലെങ്കിൽ എല്ലാം നൾ വാല്യൂ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് എനിയും ഓളും. സോ അങ്ങനെ അതുപോലെ നമുക്ക് ഒരു ത്രഷോൾഡും കൊടുക്കാവുന്നതാണ്. അതായത് ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം, കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, ഹൗ എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്കൊരു ത്രഷ് കൊടുക്കാം. ത്രഷ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് 2 നോൺ NA വാല്യൂ ഉള്ളവർ മാത്രം കീപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, അതായത് ഇപ്പോൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ നോക്കൂ, 5 മീര. ഇവിടെ 2 നൺ വാല്യൂസ് നോൺ നൺ വാല്യൂസ് ഉണ്ട്, 2 റിയൽ വാല്യൂസ് ഉണ്ട്. റിയൽ വാല്യൂ എന്ന് ഞാൻ ഉപയോഗിക്കുകയാണ്, ആക്ച്വൽ വാല്യൂസ്. സോ ഇവർ നിൽക്കും. ഓക്കെ, 3 നൺ വാല്യൂസ് ഉണ്ടായിരുന്നത് ഒരു റോ ഉണ്ടായിരുന്നു, അത് പോയി. സോ അങ്ങനെ ഒരു ത്രഷോൾഡ് കൊടുക്കാം. ഇപ്പോൾ ഈ ത്രഷോൾഡ് 3 കൊടുത്തു എന്ന് ചോദിക്കാം. അപ്പോൾ മിനിമം 3 നോൺ നൾ വാല്യൂസ് വേണം. അപ്പോൾ ഈ മീരയും പോവും, ആശയും പോവും. ഓക്കെ, മിനിമം 3 നോൺ നൾ വാല്യൂസ് വേണം. 4 കൊടുത്താൽ എന്താ ഉണ്ടാവും? ആരും വരില്ല, കാരണം 4 വാല്യൂ ആർക്കും ഇല്ലല്ലോ. ഓക്കെ, സോ അതാണ് ത്രഷോൾഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. ത്രഷോൾഡ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഗെയിൻ ഞാൻ പറയുകയാണ്, മിനിമം ഇത്രയും നോൺ നൾ വാല്യൂസ് വേണം എന്ന് പറയുന്നതിനാണ് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് df.drop_NA സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം. ഓക്കെ, അതായത് സബ്സെറ്റ് ഓഫ് കോളംസ് ദാറ്റ് യു വോണ്ട് ടു എലിമിനേറ്റ്. അതായത് ഞാനിവിടെ സബ്സെറ്റ് ഇസ് ഈക്വൽ ടു ഒരു ഇതിനകത്ത് നെയിം എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന് ഞാൻ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നില്ല, നേരിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നെയിം നള്ളായിട്ടുള്ള റോസ് എല്ലാം പോകും. ഓക്കെ, നെയിം ആർക്കൊക്കെ നള്ളുണ്ട് അവരെല്ലാം പോകും. അപ്പോൾ നോക്കും, ഇവിടെ ആശ NAN ഉണ്ട്, മീര NAN ഉണ്ട്. ഓക്കെ, പക്ഷേ ആ ഒരു 3 ഇതായിട്ടുള്ളത് പോയി. ആ ഏജ് NAN ആയത് മാത്രം കളയാന്ന് വെച്ചാൽ നോക്കൂ, ആശയും പോവും, മീരയും പോവും, കാരണം സബ്സെറ്റ് ഏജ് ഇത് ആയത് കാരണം. ഓക്കെ, മറ്റേ ഓൾറെഡി 3 നണ്ണായതും പോവും. ഓക്കെ, സോ അങ്ങനെയാണ് സബ്സെറ്റ് കൊടുക്കാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സബ്സെറ്റും കൊടുക്കാം. ഈ ഒരു ഡേറ്റ ഫ്രെയിമിൽ നമുക്കത് അത്ര എക്സാമ്പിൾ അത്ര വിസിബിൾ അല്ല, പക്ഷേ വലിയ ഡേറ്റ ഫ്രെയിം കുറേ കോളം അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നൺ വാല്യൂ ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ അർത്ഥം, നെയിമും ഏജും സബ്സെറ്റായ ആൾക്കാരും പോകും എന്നുള്ള അർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണ് ഡ്രോപ്പ് NA വർക്കാവുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് df.drop_NA ഓക്കെ ഹൗ ഇസ് ഈക്വൽ ടു നമുക്ക് any കൊടുക്കാം, എന്നിട്ട് ആക്സിസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആക്സിസ് 1 കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നൾ വാല്യൂ ഉള്ള കോളംസ് എല്ലാം പോകും. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഏതെങ്കിലും ഓൾ നൾ വാല്യൂസ് ഉള്ള കോളംസ് എല്ലാം പോകും. സോ ആക്സിസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ മേൽ പറഞ്ഞ എക്സാമ്പിളിലെല്ലാം ആക്സിസ് കൊടുക്കുമ്പോൾ കോളം വൈസ് നൺ വാല്യൂസ് ഡിലീറ്റ് ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പോൾ df.drop_NA നമ്മൾ ത്രഷോൾഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ത്രഷോൾഡ് ഇസ് ഈക്വൽ ടു ഞാനൊരു 9 എന്ന് കൊടുക്കുകയാണ്. എന്താണെന്ന് ഞാൻ പറയാം. ആക്സിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഇതിനെന്ത് സംഭവിക്കുന്നു വെച്ചാൽ നോക്കൂ, നമ്മളുടെ ഏജ് എന്നുള്ള കോളം പോയി. അതായത് വീണ്ടും ഞാനിവിടെ DF ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ, DF ഇവിടെ ഒന്നും കൂടി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ ഇവിടെ DF ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നോക്കൂ, ഏജ് കോളത്തിൽ എത്ര റിയൽ വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 6 7 8 റിയൽ വാല്യൂസേ ഉള്ളൂ. ഓക്കെ, 8 റിയൽ വാല്യൂസ് ആണ്. ഈ നെയിമിനകത്ത് 9 10 11 ഡേറ്റ ഉണ്ട്, അതിനകത്ത് 10 റിയൽ വാല്യൂസ് ഉണ്ട്, ഇതിനകത്തും 10 റിയൽ വാല്യൂസ് ഉണ്ട്, ഇവിടെ 8 ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് ആക്സിസ് 1-ൽ 9-ൽ കൂടുതൽ റിയൽ വാല്യൂസ് ഉള്ളവരെ മാത്രം നിർത്തിയാൽ മതി എന്ന്. അപ്പോൾ നോക്കൂ, ത്രഷോൾഡ് 9 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏജ് എന്നുള്ള കോളം പോകും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 11 റിയൽ വാല്യൂ വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോകും, ആകെ ഇൻഡെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 3 കോളത്തിലും മിനിമം ഒരു നൺ വാല്യൂ എങ്കിലും ഉണ്ട്. സോ ആക്സിസ് 1 വെച്ചിട്ട് നമുക്ക് ഈ മേൽപ്പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓരോന്നായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഇൻ്റർപോളേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും കൂടെ ഉണ്ട് നമ്മുടെ പാണ്ടാസിലെ മിസ്സിംഗ് വാല്യൂസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ df.interpolate എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ മിസ്സിംഗ് വാല്യൂസ് ഇൻ്റർപോളേറ്റ് ആവും. ഓക്കെ,
അതായത് ഇവിടെ 1 2 3 എന്ന് ഓട്ടോമാറ്റിക്കലി വന്നു നന്നായിരുന്നത്. അതേപോലെ 3 6 48 90 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വന്നു. ഇൻ്റർപൊളേഷൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷനാണ്. ഇൻ്റർപൊളേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയിൽ സ്കോപ്പില്ല. ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർട്ടിലോ കൊടുക്കാം. സോ ഇൻ്റർപൊളേഷൻ പല രീതിയിലുണ്ട്. ഓട്ടോമാറ്റിക് ബൈ ഡിഫോൾട്ട് മെത്തേഡ് ലീനിയർ ഇൻ്റർപൊളേഷൻ ആണ് പാണ്ടാസിൻ്റെ എന്താ പറയുക നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ. അതല്ലാണ്ട് ടൈം ഇൻ്റർപൊളേഷൻ ഉണ്ട്. ടൈം ഇൻ്റർപൊളേഷൻ നോക്കൂ, വർക്ക്സ് ഓൺ ഡെയിലി ആൻഡ് ഹയർ റെസൊല്യൂഷൻ ഡേറ്റ ടു ഇൻ്റർപൊളേറ്റ് ഗിവൺ ലെങ്ത് ഓഫ് ഇൻ്റർവെൽ. ഡേറ്റ് എല്ലാം കൊടുത്താൽ കറക്റ്റായിട്ട് ഇൻ്റർപൊളേറ്റ് ചെയ്യാൻ ടൈം എന്നുള്ള മെത്തേഡ് വെച്ചാൽ പറ്റും. അതുപോലെ പാഡ്, നിയറസ്റ്റ്, ഇങ്ങനെ കുറേ ഇൻ്റർപൊളേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് പറ്റിയ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇൻ്റർപൊളേറ്റ് ആണ് വേറൊരു മെത്തേഡ് ടു ഫിൽ ദ മിസ്സിംഗ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.